നിളാനദി എന്ന് ഭാരതപ്പുഴ എന്നൊക്കെ പറയുന്ന മനോഹരമായിട്ടൊരു നദി, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്നുള്ള പാഠം കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരുപാട് പാട്ടുകളിലും കവിതകളിലും കുഞ്ഞിരാമൻ നായരുടെയും വൈലപ്പള്ളിയുടെയും പലരുടെയും കവിതകളിലൊക്കെ വന്നിട്ടുള്ള കേരളത്തിന്റെ തന്നെ സാംസ്കാരിക പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മനോഹരമായിട്ടുള്ള പുഴയുടെ തീരത്ത് ആണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ പുഴയെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം ഈ പുഴയെ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ എത്രമാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പുഴ, നദി എന്നൊക്കെ പറയുന്നതാണ് മനുഷ്യ നാഗരികതയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. നമ്മൾ സിന്ധു നദിയുടെ സംസ്കാരം, യൂഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം, പിന്നെ നൈൽ നദി സംസ്കാരം, യാന്ത്രിക്കാനൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും. എല്ലാ മനുഷ്യ നാഗരികത, മാനവ നാഗരികത പിച്ച വെച്ച് വളർന്നു വന്നിട്ടുള്ളത് നദീതീരങ്ങളിൽ നിന്നാണ്. പക്ഷേ നദിയെ നമ്മൾ ഒരു മാലിന്യം കൊണ്ടാടാവുന്ന ഒരു ബേസിക്കായിട്ടാണ് പൊതുവെ ആളുകൾ കാണുന്നത്. അതങ്ങനെയല്ല. ഒരു നാടിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ രക്തധമനിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കേരളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും കേരളം വളരെയേറെ മുന്നിലാണ്. ചില കാര്യങ്ങളിൽ ലോക നിലവാരത്തിലാണ്. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ശിശുഭരണ നിരക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോൾ ലോക നിലവാരത്തിലാണ് കേരളം നിൽക്കുന്നത്. പക്ഷെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അതായത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പണക്കാരനും സുന്ദരനായിട്ടൊരു മനുഷ്യൻ കുളിക്കാതെ നടന്നാൽ എങ്ങനെ ഉണ്ടാവും? കുളിക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, നല്ല വേഷം കെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളിലും കേരളം മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പിന്നിലാണ്. അത് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ പട്ടാമ്പിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പണ്ടും ഇപ്പോഴൊക്കെ വരുന്ന ഒരാളാണ് ഞാൻ. പഴയ കാലത്തേക്കാളും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനങ്ങളെയും ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തിൻ്റെയും ഭാഗമായിട്ടാണ്. എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഭാവിയിൽ നിങ്ങളുടെ കയ്യിലാണ് ഈ പട്ടാമ്പിയും, ഈ പുഴയും, ഈ ഭൂമിയും, ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കയ്യിലാണ്. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. മാലിന്യമുക്തമായിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കുവാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ മനുഷ്യചങ്ങല വളരെ സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.